ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് 17 ചിങ്ങ രവി സംക്രമമാണ്. സൂര്യൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു. ചിങ്ങരാശിയിൽ സൂര്യന് കേതുവുമായിട്ട് യോഗം വരുന്നു. അപ്പോൾ സൂര്യൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യ കേതു യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ആഗസ്റ്റ് 17 രാവിലെ 7:58 ചിങ്ങ രവി സംക്രമം, അതായത് ചിങ്ങം 1. മലയാളം കലണ്ടർ പ്രകാരം കൊല്ലവർഷം 1202 ആണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങം 1. അപ്പോൾ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ രാശിയാണ്, സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, സൂര്യൻ്റെ മൂലത്രികോണ രാശിയാണ്, കാലപുരുഷൻ്റെ 5-ാം ഭാവ രാശിയാണ്, സൂര്യൻ്റെ സാമ്രാജ്യമാണ് ഈ ചിങ്ങം രാശി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ സാമ്രാജ്യത്തിലേക്ക് സൂര്യൻ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചിങ്ങരാശിയിൽ കേതു നിൽക്കുന്നു. കേതു മോക്ഷകാരകനാണ്, സൂര്യൻ ആത്മകാരകനാണ്. അപ്പോൾ ആത്മകാരകനും മോക്ഷകാരകനും ചിങ്ങം രാശിയിൽ യോഗം ചെയ്യുന്ന സമയമാണ്. ഒരു അത്യപൂർവമായിട്ടുള്ളൊരു യോഗമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിൻ്റെ സമയമെന്ന് പറയാം, ആത്മബലത്തിൻ്റെ സമയമെന്ന് പറയാം, ഇന്നർ സ്പേസ് വികസിക്കുന്നതിൻ്റെ സമയമെന്ന് പറയാം. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ഈ സൂര്യൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുമ്പോൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഉയർന്ന അധികാരം പദവിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസിയിൽ ഒരു സഡൻ മാറ്റം ആ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം ചിങ്ങരാശിയിൽ വരിക വഴി ഉണ്ടാകും. പൊതുവെ വിനയം, എളിമ ആവശ്യമായിട്ടുള്ളൊരു സമയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അതുപോലെ വർക്കിലൊക്കെ നമ്മൾ ശ്രദ്ധ കൂട്ടും. അറിവിലൂടെയും അനുഭവങ്ങളിലൂടെയും അതൊക്കെ അവർക്ക് പൊതുവെ അറിവും അനുഭവവും ഒക്കെ കൂടുന്നത് കൊണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരാവുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു കാഴ്ചപ്പാട്, നമ്മുടെ വിഷൻ, ഇവയ്ക്കൊക്കെ സഡനായിട്ടുള്ള മാറ്റങ്ങൾ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം കൊണ്ട് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയായിരിക്കും സൂര്യൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാണ് സൂര്യൻ്റെ രാശിമാറ്റവും സൂര്യകേതു യോഗവും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക്, ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും സൂര്യൻ ജന്മലഗ്ന രാശിയാധിപനാണ്. അപ്പോൾ ആ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17 ജന്മരാശിയിലേക്ക്, ലഗ്നരാശിയിലേക്ക് രാശി മാറും. ഇപ്പോൾ ജന്മരാശി എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലത്രികോണ രാശിയാണ്. അപ്പോൾ സെപ്റ്റംബർ 16 വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും. ജന്മരാശിയിൽ ഇപ്പോൾ കേതു ഉണ്ട്. ഇപ്പോൾ സൂര്യനും കേതുവുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ജന്മരാശിയിൽ സൂര്യൻ രാശി മാറുമ്പോൾ, ജന്മരാശിയാധിപൻ ജന്മരാശിയിലേക്ക് വരുമ്പോൾ ആത്മീയമായ ഉണർവിൻ്റെ സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആത്യന്തിക സത്യം കണ്ടെത്തുവാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും. നമ്മുടെ ശരീരശക്തി, പ്രതിരോധശേഷി, നമ്മുടെ ആരോഗ്യം, ആത്മീയ ചിന്ത, ആത്മവിശ്വാസം, നമ്മുടെ പേഴ്സണാലിറ്റി, ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ഞാൻ ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുക വഴി ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഉന്നത തലത്തിലൊക്കെ എത്താൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു നേതൃഗുണം ഈ കൂറുകാർക്ക് ഉണ്ടാകും. അതേസമയം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കഴിവതും
നമ്മൾ കുറയ്ക്കേണ്ടുന്ന സമയവും കൂടിയാണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ജന്മരാശിയിലൊക്കെ സൂര്യൻ വരുമ്പോൾ അല്പം ഈഗോ ഉണ്ടാകാം. പക്ഷേ ജന്മരാശിയിൽ കേതു നിൽക്കുമ്പോൾ ആ ഈഗോയിസ്റ്റിക് ടെൻഡൻസി കുറയ്ക്കാനുള്ള ഒരു മനോഭാവവും കൂടെ ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് സൂര്യനും കേതുവായിട്ടുള്ള യോഗം നമ്മുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിലൊക്കെ നിൽക്കുമ്പോൾ, അതായത് ഒരു രാജാവ് തൻ്റെ രാജ്യത്തിൽ എല്ലാ പ്രജകളെയും കാണാൻ വരുന്ന സമയമായിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ പൊതുവെ എന്തും ചെയ്യാനുള്ള അധികാരം, ശൗര്യം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. പക്ഷേ ജന്മരാശിയിലൊക്കെ കേതു ഉള്ള സമയമായതുകൊണ്ട് അവയിലൊക്കെ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഈ പൊതുജനങ്ങളോടുള്ള അംഗീകാരങ്ങൾ, അതുപോലെ അവരെ പൊതുജനങ്ങളെ സേവിക്കണമെന്നുള്ളൊരു മനോഭാവമൊക്കെ ഈ സമയത്ത് നമുക്കുണ്ടാകും. എങ്കിലും തൊഴിലിൽ ഉയരണമെന്നുള്ളൊരാഗ്രഹമൊക്കെ ഈ സമയത്ത് വരാം. ഉയർന്ന പദവി, അതുപോലെ നേതൃതലത്തിൽ എത്തണമെന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുള്ള ഒരു പ്രവർത്തനമൊക്കെ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരിക വഴി ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിടത്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെയുള്ളൊരു ശ്രമം ഉണ്ടാകും. സർക്കാർ സർവീസിലുള്ളവർക്ക് സർക്കാരിൻ്റെ ഒരു പ്രീതിയൊക്കെ കിട്ടാവുന്ന സമയമാണ്. ന്യായബോധം, അതുപോലെ ന്യായമാർഗങ്ങൾ ഒക്കെ തന്നെ തൊഴിലിടത്ത് അവലംബിച്ച് പോകുന്ന സമയമായിരിക്കും. മറ്റുള്ളവരോട് കഴിവതും പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഒഴിവാക്കി വളരെ വളരെ സിമ്പിളായിട്ട് വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അത് സർവീസിലുള്ളവരായാലും അല്ലാത്തവരായാലും തീർച്ചയായിട്ടും അത് അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. കഴിയണത് നമ്മൾ ഈ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി ഒരു പൊളൈറ്റായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സൂര്യൻ 7-ലാണ് ദൃഷ്ടി ചെയ്യുന്നത്. 7-ൽ ഇപ്പോൾ രാഹു നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ജന്മരാശിയും അതുപോലെ 7-ാം ഭാവവും വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 7-ൽ സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്, 7-ൽ രാഹു നിൽക്കുന്നുണ്ട്. രാഹുവും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് മാരിറ്റൽ റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം സൂര്യൻ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നു 7-ൽ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് എക്സ്പാൻഷനൊക്കെ ഉണ്ടാകും. എങ്കിലും നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം നിയമവിരുദ്ധമായിട്ടുള്ള വ്യാപാര സംവിധാനത്തിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പൊതുജനങ്ങളുമായിട്ടുള്ള ഡീലിങ്സിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് 7-ൽ ആ സൂര്യൻ്റെയും രാഹുവിൻ്റെയൊക്കെ ബന്ധം വരുന്ന സമയമാണ്. അപ്പോൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് പ്രവർത്തന മേഖലകളൊക്കെ വിപുലപ്പെടുത്താനുള്ള ഒരു അനുകൂല സാഹചര്യമാണ്. എങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ കെയർ കൊടുക്കണം. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം പ്രൊഫഷണൽ തലത്തിൽ ഗുണം ചെയ്യും. എങ്കിലും പേഴ്സണൽ തലത്തിൽ അത്രത്തോളം ഗുണം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പൊളൈറ്റായിട്ട് വളരെ വിനയത്തോടു കൂടി നമ്മൾ മറ്റുള്ളവരെ സമീപിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ ഈ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. കന്നിക്കുറുകാർക്കും കന്നിലഗ്നക്കാർക്കും സൂര്യൻ 12-ാം ഭാവാധിപനാണ്. ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17-ന് 12-ാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത്. 12-ൽ സൂര്യൻ സെപ്റ്റംബർ 16 വരെ ഉണ്ടാകും. അവിടെ കേതു 12 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കേതു മോക്ഷകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്.
ആത്മകാരകനാണ് സൂര്യൻ. ആത്മകാരകനും മോക്ഷകാരകനും 12 യോഗം ചെയ്യുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകിച്ച് 12 സൂര്യൻ്റെ രാശിമാറ്റം വരുമ്പോൾ നമുക്ക് വിദേശ ബന്ധം, ആത്മീയ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ചാരിറ്റബിൾ വർക്കുകൾ, നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ധനപരമായിട്ടുള്ള നമ്മുടെ സ്പെൻഡിങ്, ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കാവുന്ന ഏരിയയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഏരിയകളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ 12ാം ഭാവം സ്പിരിച്വൽ പ്ലേസാണ്. അവിടെ സൂര്യനും കേതുവൊക്കെ യോഗം ചെയ്യുന്നത് പ്രത്യേകിച്ച് ആത്മീയ അവബോധം കൂടുന്നതിന് അത് സഹായകമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നർ സ്പേസ് ഒക്കെ വികസിക്കാൻ സാധ്യതയുണ്ട്. ആത്മീയപരമായ കാര്യങ്ങളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ, മതവിശ്വാസവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. വിദേശ വിപണനം നടത്തുന്നവർക്കും വിദേശത്തൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും. അതേസമയം നമ്മൾ ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം അവിടെ വരുന്നത് കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എടുക്കുന്നിടത്ത് ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ നമുക്ക് ഈ തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം, വിദേശത്തല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തൊഴിലിലൊക്കെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. ചിലപ്പോൾ തൊഴിലൊരു ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ സഡൻ യാത്രകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അങ്ങനെ ഈ ചിലപ്പോൾ നമുക്ക് ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രകളിലൊക്കെ ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിനോ ധനച്ചെലവ് കൂടുന്നതിനോ ഈ 12 സൂര്യനും കേതുവൊക്കെ ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. ആത്മീയ കാര്യങ്ങൾക്ക്, അതുപോലെ ന്യായമായ കാര്യങ്ങൾക്ക്, ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക്, വിദേശ യാത്രകൾക്ക്, ശയന സുഖത്തിന്, നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നതിന്, ഇവയ്ക്കൊക്കെ വേണ്ടി ചിലപ്പോൾ നമുക്ക് പണച്ചെലവ് കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ പൊതുവെ നമുക്കൊരു ഒറ്റപ്പെടൽ ഫീലിംഗ് ഈ സമയത്ത് ചിലപ്പം ഉണ്ടായെന്ന് വരാം. ഇപ്പം കർമ്മസുഖം അത്രത്തോളം വരണമെന്നില്ല. പ്രത്യേകിച്ച് സൂര്യൻ 12 തൊഴിലിടത്ത് നമ്മൾ കഴിവതും ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ചിലപ്പോൾ വീടൊക്കെ വിട്ട് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ശാരീരികമായിട്ടും ഒരു ബലക്കുറവ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതേസമയം സൂര്യൻ 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ 6 സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു, 6 രാഹു നിൽക്കുന്നു. 2 ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളാണ്. പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടാവുന്ന സമയമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി പോരാടി ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഈ 6 സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടാവുന്ന സമയമാണ്. നമുക്ക് വ്യവഹാരങ്ങളിലൊക്കെ, കോടതി വ്യവഹാരങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യവഹാരങ്ങളിലൊക്കെ അവർക്ക് നല്ല ആർഗ്യുമെൻറ്റിലൂടെ അവർക്ക് കേസ് വിജയിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. അതുപോലെ കടബാധ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടബാധ്യത കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്തും. അതുപോലെ അതേസമയം നമ്മൾ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ 6 രാഹു അതുപോലെ സൂര്യൻ്റെ ബന്ധമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ന്യായമല്ലാത്ത മാർഗങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ കഴിവതും ഒഴിവാക്കുക. ബേഡ് കമ്പനീസൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്പിരിച്വൽ പർപ്പസിനും ചാരിറ്റി പ്രവർത്തനത്തിലുമൊക്കെ കൂടുതൽ ആകൃഷ്ടരാകുന്നത്, അതുപോലെ ധ്യാനം, അതുപോലെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 12 സൂര്യനും കേതുവൊക്കെ വരുമ്പോൾ സ്പിരിച്വൽ തലത്തിൽ ഫോക്കസ് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഈ സൂര്യൻ
ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യനും കേതുവായിട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 17-ന് 11ലേക്ക് രാശി മാറും. 11ാം ഭാവാധിപനായ സൂര്യൻ സെപ്റ്റംബർ 16 വരെ 11 തന്നെ ഉണ്ട്. അപ്പോൾ 11 സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്, മൂലത്രികോണ രാശിയാണ്. ആ 11-ൽ സൂര്യൻ വരുന്നത്, പ്രത്യേകിച്ച് 11ാം ഭാവാധിപൻ 11 വരുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. അതേസമയം 11-ൽ കേതു നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ആ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം വരുന്നു. സൂര്യൻ ആത്മകാരകനും കേതു മോക്ഷകാരകനുമാണ്. 11-ലാണ് ആ 2 ഗ്രഹങ്ങളുടെ യോഗം വരുന്നത്. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം എന്ന് പറയുമ്പം പൊതുവേ നമുക്ക് ധനവരുമാന മാർഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ, അതുപോലെ നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ അംഗീകാരങ്ങൾ, സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, അതുപോലെ നമ്മുടെ പോപ്പുലാരിറ്റി, അതുപോലെ ആത്മീയപരമായിട്ടുള്ള ഉയർച്ച, പുതിയ സൗഹൃദങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനിക്കാവുന്ന ഏരിയയാണ്. പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളുടെ സമയമായിരിക്കും 11ാം ഭാവാധിപൻ 11ലേക്ക് വരുമ്പോൾ. ഇപ്പോൾ സൂര്യനാണ് 11 വരുന്നത്. ഇപ്പോൾ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് പറയാം. അതായത് സർക്കാർ ആനുകൂല്യം കിട്ടേണ്ടവർക്ക് അത് കിട്ടേണ്ടുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 11ാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. അപ്പം അങ്ങനെ ഇച്ഛാപൂർത്തി സ്ഥാനമായതുകൊണ്ട് ചില ആഗ്രഹങ്ങളിലെങ്കിലും ഈ സമയത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കഴിയുമ്പോൾ അപ്പോൾ നമ്മളെപ്പം ഈഗോയിസ്റ്റിക് ആകാതെ നോക്കണം. പ്രത്യേകിച്ച് സൂര്യനാണ് 11-ൽ വരുന്നത്. ഇപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ മറ്റുള്ളവരെക്കാളും നമ്മൾ എന്തൊക്കെ നേടി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും. പക്ഷേ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം വരുമ്പോൾ ആ ഒരു തോന്നൽ നമ്മൾ കഴിവതും ഒഴിവാക്കണം. നമ്മൾ എന്ത് നേടിയാലും അത് നമ്മൾ ഒരു വിനയത്തോടുകൂടി മറ്റുള്ളവരോട് പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം. ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ മുൻകാലത്ത് നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം. ഗുരുക്കന്മാർ, വെൽ വിഷേഴ്സ്, അവരുടെയൊക്കെ അനുകൂലമായ ഒരു അവസ്ഥ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ജ്യേഷ്ഠ സഹോദരങ്ങൾ, സുഹൃത്തുക്കളുമായിട്ട് ഒക്കെ നമ്മൾ അവരിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സൗഹൃദങ്ങളിൽ ചിലപ്പോൾ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. പഴയ സൗഹൃദങ്ങൾ മാറാം, പുതിയ സൗഹൃദങ്ങൾ വരാം, അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചില സോഷ്യൽ ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കുന്നതിന് നമുക്ക് അത്രത്തോളൊരു താല്പര്യം കാണില്ല. സാധാരണ 11ാം ഭാവാധിപനായ സൂര്യൻ 11 വരുമ്പോൾ താല്പര്യം കൂടാം. പക്ഷേ കേതുവും കൂടെ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്നതിന് ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. ഒരു സഭാകമ്പമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതേസമയം മഹത് വ്യക്തികളെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ട് അവരുടെയൊക്കെ സഹായം ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് തത്വാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ആസ്വദിക്കുന്ന സമയം എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഈ സാമൂഹ്യ ബന്ധത്തിൽ ചിലപ്പോൾ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു മാർഗം ഈ സമയത്ത് ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പം ഈ 11-ലെ സൂര്യനും കേതുവുമായിട്ടുള്ള യോഗം ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. ആത്മീയ വിഷയങ്ങളിലൊക്കെ താല്പര്യം കൂടും. അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആത്മജ്ഞാനമൊക്കെ വിപുലമാക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ അതുവഴി നേട്ടം ഉണ്ടാകുന്നതിനൊക്കെ ശ്രമിക്കും.
വിദേശത്ത് തൊഴിൽ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും. ദൂരയാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ സൂര്യൻ 5-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5 പറയുമ്പോൾ അവിടെ രാഹു നിൽക്കുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ രാഹു സൂര്യൻ എന്നുള്ള ശത്രുഗ്രഹങ്ങളാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലസ്യമൊക്കെ മാറും. 5 രാഹു നിൽക്കുമ്പോൾ 5-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ എക്സ്പാൻഷൻ ഉണ്ടാകും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശക്തമാകും. നമുക്ക് ഒരു പോരാട്ട വീര്യം, നമുക്ക് ഒരു കോമ്പറ്റീഷനിൽ ഭൗതിക തലത്തിലൊക്കെ ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സ്പെക്കുലേഷൻ വഴിയൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അതേസമയം നമ്മൾ ഈ സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണം. അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് 5 രാഹു നിൽക്കുന്നു, 5 സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു. സൂര്യനും രാഹുവും ശത്രുഗ്രഹങ്ങളാണ്. അതുപോലെ കമിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം ഈ 2 ശത്രുഗ്രഹങ്ങളാണ് 5 വരുന്നത് പ്രണയസ്ഥാനത്ത്. അപ്പോൾ പ്രണയബന്ധത്തിൽ സംശയം വരാം, തർക്കങ്ങൾ വരാം, ഈഗോ പ്രശ്നങ്ങൾ വരാം. അത് മുഖാന്തരം പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഇഫക്റ്റ് കൂട്ടുക, നെഗറ്റീവ് ഇഫക്റ്റ് കുറയ്ക്കുക. അതിന് നമ്മൾ ആത്മീയ തലത്തിൽ കൂടുതൽ ഉയരുന്നതും അതുപോലെ അത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നതൊക്കെ ഈ കൂറുകാർക്ക് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി വൃശ്ചിക കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നതും സൂര്യനും കേതുവുമായിട്ട് ചിങ്ങൻ രാശിയിൽ യോഗം ചെയ്യുന്നതും ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കണമെന്ന് നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ 10-ാം ഭാവാധിപനാണ്. 10-ാം ഭാവാധിപനായ സൂര്യൻ ആഗസ്റ്റ് 17-ന് 10-ാം ഭാവ രാശിയിലേക്ക് തന്നെയാണ് രാശി മാറുന്നത്. സെപ്റ്റംബർ 16 വരെ 10-ാം ഭാവാധിപൻ 10-ാം ഭാവ രാശിയിൽ ഉണ്ടാകും. പക്ഷേ 10-ാം ഭാവ രാശിയിൽ കേതു നിൽക്കുന്ന സമയമാണ്. സൂര്യനും കേതുവുമായിട്ട് അവിടെ യോഗം ചെയ്യുന്നു. സൂര്യൻ ആത്മകാരകനാണ്, അതേസമയം കേതു മോക്ഷകാരകനാണ്. അങ്ങനെ മോക്ഷകാരകനും ആത്മകാരകനും കർമ്മസ്ഥാനത്ത് യോഗം ചെയ്യുന്ന സമയമാണ്. 10-ല് പൊതുവെ നമുക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, സ്ഥാനക്കയറ്റം, ഇൻക്രിമെൻ്റ്, അധികാരം, പദവി, അതുപോലെ പബ്ലിക് ഇമേജ്, അതുപോലെ ദൂരയാത്രകൾ, നമ്മുടെ ആത്മാഭിമാനം, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ കുടുംബ വിഷയങ്ങൾ, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ സൂര്യൻ്റെ 10-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് സ്വാധീനിക്കപ്പെടാവുന്ന ഏരിയാസാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 10-ലെ സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് കർമ്മസംബന്ധമായിട്ട് നമുക്ക് കൂടുതൽ പ്രകാശം ആ സൂര്യൻ നൽകും എന്ന് തന്നെ പറയാം. 10-ാം ഭാവത്തിൽ സൂര്യൻ്റെ പ്രകാശം കൂടുകയാണ് എന്ന് പറയുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അനുകൂല സമയമാണ്. അതേസമയം തൊഴിലിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, അങ്ങനെ ഉത്തരവാദിത്വം ഇവയൊക്കെ കൂടും. എങ്കിൽ തന്നെയും നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ തൊഴിലിടത്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. നല്ല ഉയർച്ച, ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ അത് മുഖാന്തരം ഈഗോ, അത് മുഖാന്തരം മറ്റുള്ളവരെ അനാദരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ന്യായബോധത്തോടും നീതിയുക്തമായിട്ടും സർക്കാർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉയർന്ന വിജയം കിട്ടാവുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക. അവർക്ക് ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാൻ കഴിയും. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഭരണതലത്തിലൊക്കെ സ്വാധീനം കൂടാവുന്ന സമയമാണ്. പക്ഷേ അവർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കേണ്ടുന്ന സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 10-ല് സൂര്യനും കേതുവൊക്കെ യോഗം വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതിലൊക്കെ ഒരു ഉയർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഈ സ്പിരിച്വൽ ലീഡർമാർക്ക്, സ്പിരിച്വൽ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാവും. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്കൊക്കെ അനുകൂല സമയമാണ്. 10-ലൊക്കെ ആ സൂര്യൻ വരുന്നത്. തൊഴിൽ ലഭിക്കുന്നതിനും ആ സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കും. സർക്കാർ തൊഴിലിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് പൊതുവെ സൂര്യൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ഒരു സംയമനം വേണം.
ഈശ്വരചിന്തയൊക്കെ ഈ സമയത്ത് കൂട്ടേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വരാം. കോവർ കേസുമായിട്ട് നല്ല ബന്ധം നിലനിർത്തി പോകാൻ ശ്രമിക്കുക. അവിടെയൊക്കെ നമുക്ക് അവരുമായിട്ട് കോവർക്കേഴ്സ് ആയാലും മേലുദ്യോഗസ്ഥരോടായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുവിൽ തൊഴിലിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. അതുപോലെ തൊഴിലിടത്ത് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഏറ്റെടുക്കുന്ന ഏത് കർമ്മത്തിലും നമുക്ക് അതിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. പക്ഷേ നമ്മൾ കർമ്മ മേഖലയിൽ ഈഗോ ടെൻഡൻസി ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം. പൊതുവെ നമുക്ക് ഈ കുറുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലൊക്കെ മെച്ചപ്പെടാവുന്ന സമയം കൂടിയാണ്. അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം അതിനൊക്കെ സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ 10ലേക്ക് വരുന്ന സൂര്യൻ അവിടെ നിന്നിട്ട് ഈ കുറുകാരുടെ 4ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4-ൽ രാഹുവുണ്ട്. 4ലേക്കാണ് ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു തൊഴിൽ സുഖം അത് കുറയ്ക്കാൻ സൂര്യനും രാഹുവുമായിട്ടുള്ള ബന്ധം 4-ൽ വരുന്നത് ചിലപ്പോൾ ഇടയാക്കിയെന്ന് വരാം. 10 നിന്നാണ് ആ സൂര്യൻ നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് തൊഴിലിലൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടുക വഴി, അല്ലെങ്കിൽ തൊഴിലിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക വഴി കുടുംബത്തിൽ ചിലപ്പോൾ കോൺസെൻട്രേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ടെൻഷൻ, സുഖക്കുറവ് ഇതിനൊക്കെ സാധ്യതയുണ്ട്. കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം 4-ൽ രാഹു നിൽക്കുന്നു, 4-ൽ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു. രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. അപ്പം 4-ാം ഭാവസംബന്ധമായ ചില കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ ഒരു സംയമനം ഈ സമയത്ത് ഉണ്ടാകണം. കുടുംബത്തിലൊക്കെ ടെൻഷൻ, സുഖക്കുറവൊക്കെ ഈ സൂര്യനും രാഹുവുമായിട്ടുള്ള ബന്ധം 4-ൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിവതും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കുക. അത് പേഴ്സണൽ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇടപാടുകളിൽ ഒരു കെയർ വേണം. അപ്പോൾ നമ്മൾ യാത്രകളിൽ വാഹനം ഉപയോഗിക്കുന്നവർ, ഡ്രൈവ് ചെയ്യുന്നവർ ഒക്കെ തന്നെ അല്പം കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് 4-ലെ രാഹു സൂര്യബന്ധം വരിക വഴി. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ മെച്ചം ഉണ്ടാകും. പേഴ്സണൽ തലത്തിൽ നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.